അദ്ദേഹം പറയുന്നത് പൃഥ്വിരാജ് അഹങ്കാരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത് പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, അതിലൊന്ന് നായകനാവണമെന്ന് പറഞ്ഞാൽ വന്നില്ല എങ്കിൽ, അവരെയൊക്കെ ഈ അഹങ്കാരി എന്ന് വിളിക്കുന്നത്, ഗുരുത്വമില്ലാത്തവൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷാഘാതം വന്ന് ആശുപത്രിയിൽ കൈതപ്രം കിടക്കുമ്പോൾ അവിടെ അന്വേഷിച്ചു വന്ന, ജഗതിയെ അന്വേഷിച്ചു വന്ന പലരും ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്നു, അല്ലാതെ എന്നെ കാണാനായിട്ട് മാത്രം ആരും വന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇതിനൊക്കെ എന്ത് പറയാൻ? അദ്ദേഹം കോഴിക്കോട് ആശുപത്രി കിടക്കുന്നത് നാട്ടുകാർ മുഴുവൻ അറിയുമോ? സിനിമാക്കാർ മുഴുവൻ അറിയുമോ? ഇല്ല. പക്ഷേ ജഗതിയെ അറിയും. അപ്പോൾ ജഗതി ആശുപത്രിയിൽ ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ജഗതിയെ കാണാൻ വരുന്നവർ അവിടെ വരുമ്പോൾ ചിലപ്പോൾ കൗണ്ടറിൽ നിന്ന്, റിസപ്ഷനിൽ നിന്ന് പറയും ഇവിടെ കൈതപ്പുറം കിടപ്പുണ്ടെന്ന്. ആ ഒരു ബന്ധം കൊണ്ട് വന്ന് കണ്ടിരിക്കും. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്നെ കാണാനായിട്ട് ആരും വന്നില്ല, എല്ലാവരും ജഗതിയെ കാണാൻ വന്നിട്ട് ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചിലരെല്ലാം എന്നെ കാണാൻ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ കുട്ടിക്കാലത്ത് അദ്ദേഹം നാട്ടിലൂടെ പോകുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു പറയുന്നു. കാരണം പാട്ട് പാടാൻ പോകുന്നത് വെച്ചിട്ട് യേശുദാസാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കിയിരുന്നെന്നും, അവിടെ മുതലാണ് ഇവിടം വരെ ഞാൻ എത്തിയതെന്നും, അതുകൊണ്ട് തന്നെ ഞാൻ ആരെ മുന്നിലും തോക്കില്ല എന്ന് പറയുന്നത്, അത് തീർച്ചയായിട്ടും താങ്കളുടെ ഒരു ദൃഢപ്രതിജ്ഞ തന്നെ ആയിരിക്കാം. പക്ഷേ അതിന് സിനിമാക്കാരെ മുഴുവൻ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല, എന്നെ തേടി അവസരം വന്നതാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും എന്നാണ് കൈതപ്രം പറയുന്നത്. ഇവിടെ ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് 40 വർഷമായി ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ വേഷങ്ങളും അവാർഡുകളും ഒക്കെ വാങ്ങിയ ആളാണ് മമ്മൂട്ടി. ഒരു പുതിയ സിനിമ ഇറങ്ങിയാൽ ആ സിനിമ ചെയ്തിരിക്കുന്ന സംവിധായകൻ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥാകൃത്തിന് എന്തെങ്കിലും ഒരു മികവുണ്ട് എന്ന് തോന്നിയാൽ അവരെ വിളിച്ചിട്ട്, ഹലോ ഞാൻ മമ്മൂട്ടിയാണ്, നമ്മളൊക്കെ ഇവിടെ കളവർന്നിരിപ്പുണ്ട് കേട്ടോ, നമുക്ക് പറ്റിയ ഏതെങ്കിലും ഒരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറയുന്ന ആളാണ് മമ്മൂട്ടി. അദ്ദേഹം പറയുന്ന പോലെ മലയാള സിനിമയ്ക്ക് തന്നെ വേണ്ട, പക്ഷേ എനിക്ക് മലയാള സിനിമ വേണമെന്ന് പറയുന്ന മമ്മൂക്ക ആരെ വിളിച്ചും ഞാൻ സഹകരിക്കാമെന്ന് പറയാൻ ഒരു വൈമനസ്യം കാണിക്കാത്ത ആളാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആരുടെയും അവസരം ചോദിച്ചിട്ടില്ല, എന്നെ തേടി വരുന്ന അവസരങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറെന്നാണ് പറയുന്നത്. അതൊരു വലിയ ക്രെഡിറ്റായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്തായാലും ചാൻസ് ചോദിക്കുന്നത് ഒരു മോശം കാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നാം. പക്ഷേ ഞാൻ പറയുന്നത് ചാൻസ് ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കുതികാല് വെട്ടുന്നതും വെട്ടിപ്പിടിക്കുന്നതും ഒക്കെയാണ് തെറ്റ് എന്നാണ് എൻ്റെ പക്ഷം. മലയാളത്തിൽ ഏറ്റവും നന്നായി പാട്ടെഴുതുന്നത് കൈതപ്പുറമാണെന്ന് അനുജൻ വിശ്വനാഥൻ കൈതപ്പുറം മരിക്കും വരെ പറയുമായിരുന്നു എന്നാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പറയുന്നത്. അത് സ്വന്തം ചേട്ടനെ ഇനിയിപ്പോൾ വേണമെങ്കിൽ ടാഗോറിനേക്കാളും നന്നായിട്ട് എഴുതുമെന്ന് അനിയന് പറഞ്ഞൂടെ? അതൊക്കെ പറയാം. പക്ഷേ സമൂഹം പറയണമെങ്കിൽ വേറെ ചില ക്വാളിറ്റികളും കൂടി ഉണ്ടാകണമെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഓർക്കുന്നത് നന്നാവും, നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. താങ്കൾ നന്നായി എഴുതുന്നതുകൊണ്ടല്ലേ താങ്കൾക്ക് നിറയെ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ടും കൈതപ്പുറം വിശ്വനാഥൻ പറഞ്ഞപ്പോൾ മാത്രമാണ് പുള്ളിക്ക് മനസ്സിലായത് ഞാൻ നന്നായിട്ട് പാട്ട് എഴുതുന്ന ആളാണെന്ന്. വലിയ പ്രതിഫലം എനിക്ക് പാട്ടുകൾക്ക് കിട്ടി. പത്മശ്രീ തന്ന് രാജ്യം എന്നെ ആദരിച്ചു. മോദിജി വന്ന് എന്നോട് കുശലം പറഞ്ഞു. ആർട്ടിസ്റ്റാണെന്ന്, താങ്കൾ ഗ്രേറ്റ് ആർട്ടിസ്റ്റാണെന്ന് മോദിജി പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പറഞ്ഞില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പറഞ്ഞു കാണും. പത്മശ്രീ കൊടുക്കുന്ന വഴിയ പണവർക്കൊന്നും കൊടുക്കില്ലല്ലോ. മോദിജി പറഞ്ഞു എന്നാണ് പറയണേ. ഇത് വേണമെങ്കിൽ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ, ഈ കൈതപ്പുറം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ, മോദിജി ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോൺ പോൾ നന്നായിട്ട് സഫാരി ചാനലിലൊക്കെ സംസാരിച്ച ആളല്ലേ, നന്നായിട്ട് എഴുതുകയും നന്നായിട്ട് പറയുകയും ചെയ്യുന്ന ആളാണ്, അനർഗളമായി സംസാരിക്കാൻ കഴിയുന്ന മിടുക്കുള്ള ആളാണ്. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം തള്ളുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്രാസിലെ ചോള ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ജോൺ പോൾ ഇരിക്കുമ്പോൾ, ഞങ്ങൾ അങ്കിളെ എന്നാണ് വിളിക്കുന്നത്, അങ്കിൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഒരു പ്രശസ്തനായ നടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പ്രശസ്തയായ നടിയും കൂടെ നടന്നുപോയി. അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരുന്നു, പേപ്പർ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ പോയ നടൻ തിരിഞ്ഞ് നോക്കിയിട്ട് തിരിച്ചു വന്ന് ഇദ്ദേഹത്തിൻ്റെ ചോദിച്ചു, മിസ്റ്റർ ജോൺ പോൾ അല്ലേ? അതെ. അദ്ദേഹം ഉടനെ തന്നെ ഭാര്യയെ കൈ വിളിച്ചിട്ട് പറഞ്ഞു, ഇതറിയോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശസ്തനായ തിരക്കഥാകൃത്താണ് ഇരിക്കുന്നത് ജോൺ പോൾ എന്ന് പറഞ്ഞ് ഭാര്യയും പരിചയപ്പെടുത്തി. എന്നിട്ട് അവർ രണ്ടുപേരും നടന്നുപോയി എന്ന് അങ്കിള് സഫാരി ചാനലിലാണോ അല്ലെങ്കിൽ എവിടെയോ ഏതോ വാരികയിൽ എഴുതുക എന്ന് വെച്ചത്. ആ പോയത് ആരൊക്കെയെന്നറിയോ? ദിലീപ് കുമാറും സൈറാബാനും, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. സത്യമായിട്ടും അതൊരു ഇൻ്റർനാഷണൽ തള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ജോൺ പോൾ എന്ന് പറഞ്ഞ മനുഷ്യനെ ദിലീപ് കുമാർ മനസ്സിലാക്കാൻ ഒരിടയുമില്ല. ഒരിടത്ത് വെച്ചും ജോൺ പോളിനെ, ഈ പടത്തിൻ്റെ തിരക്കഥാകൃത്ത് ജോൺ പോൾ എന്ന് പറഞ്ഞ മനുഷ്യനാണല്ലേ, ആ തിരക്കഥ എഴുതിയ ആളാണോ ഈ ഇരിക്കുന്നത് എന്ന് ദിലീപ് കുമാറിനെ പോലൊരു മനുഷ്യൻ ഓർക്കും അല്ലെങ്കിൽ പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തള്ളെന്നേ പറയുള്ളൂ. എന്നിട്ട് അദ്ദേഹം നടന്നു പോയിട്ട് ചോള ഹോട്ടലിലെ 5 സ്റ്റാർ ഹോട്ടലിലൂടെ നടന്നു പോയിട്ട്
തിരിഞ്ഞു നോക്കി പോയിട്ട് തിരിച്ചു വന്ന് താങ്കൾ ജോൺ പോൾ അല്ലേ, നിങ്ങളുടെ സിനിമയൊക്കെ ഭയങ്കര തിരക്കഥയല്ലേ നിങ്ങൾ എഴുതണമെന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുക മാത്രമല്ല സൈറ ബാനുവിനെ വിളിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു എന്ന് ജോൺ പോൾ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എന്ന്. കൈതപ്രം താങ്കളൊരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ചിലപ്പോൾ പറഞ്ഞിരിക്കാം, പോട്ടെ. കളിയാട്ടത്തിലെ മണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് എന്ന പാട്ട് തീരത്ത് നിന്നാൽ എങ്ങനെ കണ്ണാടി നോക്കുമെന്ന് TP ശാസ്ത്രമംഗലം എഴുതി കളഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം തീരത്ത് നിന്ന് ചിലപ്പോൾ കണ്ണാടി കാണില്ല, എനിക്ക് പുഴയിൽ ഇറങ്ങി നിന്നുകൊണ്ട് എന്തായാലും ചന്ദ്രനെ നോക്കാൻ പറ്റില്ല എന്നാണ് വരട്ട് ന്യായം ഇദ്ദേഹം പറയുന്നത് കൈതപ്രം. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു പുഴയിൽ ഇറങ്ങി നിന്നാലേ തിങ്കൾ കണ്ണാടി കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയാം. പക്ഷേ എൻ്റെ എന്താ പറയുക, അദ്ദേഹം പറഞ്ഞ ഒരു ഭാഷയുണ്ട് ഈ സംഗീതത്തിൻ്റെ മീറ്റർ ആ മീറ്ററിനുള്ളിൽ വരാൻ വേണ്ടി ഞാൻ തീരത്തുനിന്ന് എഴുതിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു ഞാനൊരു ക്രിയേറ്ററാണ്, പക്ഷേ TP ശാസ്ത്രമംഗലം ഒരു വെറും വ്യാഖ്യാതാവാണ്. അതിൻ്റെ പ്രശ്നമാണ് TPക്കുള്ളതെന്നാണ് പുള്ളി പറയുന്നത്. കൂട്ടത്തിലൊരു കാര്യം കൂടെ, നല്ല കാര്യം കൂടെ പറഞ്ഞു. TP ശാസ്ത്രമംഗലം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ് എന്നും കൈതപ്രം തന്നെ പറയുന്നു. അതുപോലെ ദിലീപ് ഗുരുത്വക്കേടുള്ളവനായതിനാൽ അയാൾ ഒരു പാട്ട് വേറൊരു ചെറുപ്പക്കാരൻ എഴുതട്ടെ എന്ന് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ സല്ലാപത്തിലൂടെ സൂപ്പർ ഹിറ്റുകളായ പാട്ടുകൾ നൽകി ദിലീപിനെ സൂപ്പർ നായകനാക്കിയ ആളെന്നാണ് കൈതപ്രം പറയുന്നത്. ലോഹിതദാസ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞേനെ, എൻ്റെ പൊന്ന് നമ്പൂതിരി ഇത്തരം വങ്കത്തരങ്ങളൊന്നും പറയല്ലേ എന്ന് പറഞ്ഞേനെ. കാരണം സല്ലാപം എന്ന് പറയുന്നത് സുന്ദർദാസ് എന്ന് പറഞ്ഞ നവാഗതൻ സംവിധാനം ചെയ്ത സിനിമ, ലോഹിതദാസ് എഴുതിയ സ്ക്രിപ്റ്റ്. ആ പടത്തിൽ ജോൺസൺ മനോഹരമായ 4-5 പാട്ടുകൾ ചെയ്തു, അതിന് മനോഹരമായ കുറേ വരികൾ ഇദ്ദേഹം എഴുതിയും കൊടുത്തു. അതുകൊണ്ടാണോ സല്ലാപം ഓടിയത്? ഒരിക്കലും അല്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഗുരുത്വക്കേട് പൃഥ്വിരാജിനുമുണ്ട്. 73 വർഷത്തെ ജീവിതവും അനുഭവവും കൈതപ്രത്തിനുണ്ട്. പിന്നാലെ നടന്നിട്ടും എനിക്ക് അയാൾ ഡേറ്റ് തന്നില്ല എന്നാണ് പറയുന്നത്. താങ്കൾ 73 വർഷം മുമ്പ് ജനിച്ചു പോയി, അതിന് പൃഥ്വിരാജിന് എന്ത് കുറ്റം ചാർത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ 73 വയസ്സുകാരൻ ചാൻസ് ചോദിച്ച് പുറകെ നടന്നിട്ട് ഡേറ്റ് തന്നില്ല എന്നാണ് പറഞ്ഞത്. നാണക്കേടല്ലേ എൻ്റെ പൊന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി? താങ്കൾ ആരോടും ചാൻസ് ചോദിച്ച് പാട്ടെഴുതാൻ ചാൻസ് ചോദിക്കാത്ത താങ്കൾ ഈ നടീനടന്മാരുടെ പുറകെ ഡേറ്റ് ചോദിച്ച് നടക്കുന്നത് നാണക്കേടല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ താരങ്ങളായത് എൻ്റെ പാട്ടുകളിലൂടെയാണ്, മറക്കരുത്. മോഹൻലാലിനും അത് ബാധകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 100% പൊട്ടത്തരമാണ് തമ്പൂരി നിങ്ങൾ പറയണേ. മോഹൻലാൽ താളവട്ടം പോലെ 20-ാം നൂറ്റാണ്ട് പോലെ രാജാവിൻ്റെ മകൻ പോലെ ഉള്ള സിനിമകൾ ചെയ്യുമ്പോൾ താങ്കൾ പാട്ട് എഴുതിയിട്ടൊന്നുമല്ല. ആ പടത്തിലൊന്നും താങ്കളുടെ പാട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ നടന്ന കേരളീയം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ ഇടിച്ചു കയറി കണ്ടത് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ആ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ താങ്കളെ കൊണ്ട് പാട്ട് എഴുതിച്ച ഫാസിലിൻ്റെ പടമാണല്ലോ. അതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ആരാ? ബിച്ചു തിരുമലയാ. ഒരാളോ അവസാന വാക്കൊന്നും അല്ല എൻ്റെ പൊന്നും നമ്പൂതിരി. നിങ്ങളിങ്ങനെയൊന്നും പറയല്ലേ. മോഹൻലാലിനെ ഞാനാണ് താരമാക്കിയെന്നൊന്നും പറഞ്ഞു കളയരുത്. ഒന്നുമില്ലെങ്കിലും സരസ്വതി ദേവി താമരയുടെ പുറത്തല്ലേ ഇരിക്കുന്നത്. അല്പം ബലം കൊടുത്താൽ ആ തണ്ട് ഒടിഞ്ഞു പോകും. ആ ബോധം സാറിനെ പോലുള്ളവർക്ക് ഉണ്ടാവണം, അഹംബോധം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഗ്നിസാക്ഷിക്ക് സംസ്ഥാന അവാർഡടക്കം നിരവധി കിട്ടിയിട്ടും ശ്യാമപ്രസാദ് അതിൽ പാട്ടെഴുതി എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ നിങ്ങൾക്ക് വിളിച്ചുകൂടെ? ശ്യാമപ്രസാദ് വിളിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നു രാഷ്ട്രീയക്കാരൻ ഞാൻ ഭയപ്പെടില്ല, ആര് വിളിച്ചാലും പോവും, ഒരു പാർട്ടിയോടും എനിക്ക് വിധേയത്വമില്ല എന്ന് അദ്ദേഹം പറയുന്നു. കേരളം ഭരിക്കുന്ന LDFനും UDFനും ഇത്രയും വേണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്തറിയോ? വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ വൈസ് ചെയർമാനായിട്ട് UDF ഭരിച്ചപ്പോഴും LDF ഭരിച്ചപ്പോഴും കൈതപ്രത്തിനെ ഇരുത്തി എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. രണ്ടാമത്തത്, ഞാൻ അറിഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, തിരുവനന്തപുരത്ത് പാട്ട് എഴുതാനോ എന്തിനെങ്കിലും തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് വന്നാൽ കൈതപ്രം പോണ വഴിക്ക് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ കയറി കുറച്ച് നേരം ഇരുന്നിട്ട് TADA എഴുതിയെടുക്കുമെന്ന് പറയുന്നു, എടുത്തിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം പാട്ട് എഴുതാനോ വല്ലതിനും വന്നതായിരിക്കും. തിരിച്ചു പോണ വഴിക്ക് ആ കാറ് നേരെ വൈലോപ്പള്ളി കയറ്റി ഒരു അരമണിക്കൂർ അവിടെ ക്യാബിനിൽ കയറി ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വന്നതിൻ്റെ വൈസ് ചെയർമാൻ്റെ TADA എഴുതിയെടുക്കുമായിരുന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല. അതുപോലെ അദ്ദേഹം പറയുന്ന വേറൊരു വങ്കത്തരം, നമ്പൂതിരിയായ ഞാൻ മന്ത്രിയായില്ല. രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി, രാധാകൃഷ്ണൻ മന്ത്രിയായി. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? നമ്പൂതിരിയായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മന്ത്രിയായില്ല, പക്ഷേ പട്ടികജാതി പട്ടികവർഗത്തിലുള്ള രാധാകൃഷ്ണൻ മന്ത്രിയായി. ഇതാണ് ഈ ലോകം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് യവനൊന്നും ഒരിക്കലും മന്ത്രിയാകരുത്. രാധാകൃഷ്ണന്മാർക്ക് മന്ത്രിയാകാനുള്ള സ്ഥലമല്ല ഇന്ത്യ.
എന്നെപ്പോലുള്ള നമ്പൂതിരിമാർക്കാവണമെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ ബ്രാഹ്മണ സഭയുടെ ആളല്ല, വേദങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളാണ്. EMS അങ്ങനെയല്ല. EMS വേദങ്ങളൊന്നും ആസ്വദിക്കില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എല്ലാവരെയും അടച്ചാക്ഷേപിച്ചാണ് കൈതപ്രം സംസാരിച്ചിരിക്കുന്നത്. എൻ്റെ പാട്ട് ഇന്നയാൾ പാടണം എന്ന് ഞാൻ പറയാറില്ല. 30 കൊല്ലം മുമ്പ് നടൻ ജഗദീഷ് എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്തെ സിനിമയുടെ ഒരു വലിയ ബെൽറ്റുണ്ട്, ആ ബെൽറ്റ് നിങ്ങളെ ഔട്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു. 30 വർഷം മുമ്പ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടും തിരുവനന്തപുരം ബെൽറ്റ് വിചാരിച്ചിട്ടും എന്നെ ഔട്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുവനന്തപുരം ബെൽറ്റ് ഔട്ടാക്കേണ്ടതേ നിങ്ങളെ കോഴിക്കോട് ബെൽറ്റ് ഔട്ടാക്കിയില്ലേ? കാരണം കോഴിക്കോടുകാരനായ ഗിരീഷ് പുത്തഞ്ചേരിയും റഫീഖ് ഒക്കെ വന്നിട്ട് റഫീഖ് അഹമ്മദൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഔട്ടായിപ്പോയില്ല. അപ്പോൾ തിരുവനന്തപുരം ബെൽറ്റിൽ നടക്കാത്തത് കോഴിക്കോട് ബെൽറ്റിനെ കൊണ്ട് നടന്നു എന്ന് വിചാരിച്ചേണ്ടാൽ മതി തന്നെ. 12 കൊല്ലമായി ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു, അത് ഇതുവരെ തിയേറ്ററിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്തു പഴകിയെന്ന് ആലോചിച്ച് 12 വർഷമായി ഞാനൊരു സിനിമ ചെയ്തിട്ടെന്നാണ് പറഞ്ഞത്, അത് തിയേറ്ററിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എത്ര പാട്ടെഴുതിയിട്ടും അയാൾ എന്നോട് 60 ലക്ഷം രൂപ ചോദിച്ചു. അത് ഈ 12 വർഷമായിട്ട് പെട്ടിയിരിക്കുന്ന പടത്തിൻ്റെ പറ്റി പിന്നെയും പറയാണ്. ഞാൻ എന്തുമാത്രം പാട്ടെഴുതി കൊടുത്തിട്ടും ആ സുരേഷ് ഗോപി 60 ലക്ഷം രൂപ 4 ദിവസത്തേക്ക് ചോദിച്ചു. ഭരതം പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. പിന്നെയാണ് ദിലീപ് അടുത്ത് പറയുക, സുരേഷ് ഗോപിയെ വിട്ടിട്ട് അടുത്ത് പറയാണ്, ഭരതം പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല, പിന്നെയല്ലേ ദിലീപ് പറഞ്ഞാൽ കേൾക്കാൻ. മലയാള സിനിമ കീഴടക്കിയാലും ആ കീഴടക്കുന്നതിന് ഞാൻ വകവയ്ക്കില്ല. മോഹൻലാലായാലും അങ്ങനെ തന്നെ. അതായത് നിങ്ങളെ ഒന്നും ഞാൻ വകവയ്ക്കില്ല, എന്നെ എല്ലാവരും വകവയ്ക്കണമെന്നാണ് നമ്പൂതിരി പറയുന്നത്. നമ്പൂതിരി ഏത് നൂറ്റാണ്ടിൽ എവിടെ ജീവിക്കുന്നു എനിക്കറിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് പറയണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി മാറത്തെ മായാ മറുക് എന്ന് ഏതോ ഒരു പാട്ടിൽ എഴുതിയെന്ന്, മാറത്തെ മായാ മറുക് എന്നെഴുതി, അത് അസഭ്യമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്ന് ഗിരീഷ് പുത്തഞ്ചേരി ജീവിച്ചിരുന്നെങ്കിൽ വേഷമായിരുന്നനെ, വയറ് നിറച്ചു കൊടുത്തനെ. മാറത്തെ മായാ മറുക് എന്ന് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത് അസഭ്യമാണ്. അമ്മയും പെങ്ങളെയും ഗിരീഷ് ഓർത്തില്ല. പെങ്ങളുടെ ഉടുപ്പഴിക്കുന്നത് എന്തിനാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാറത്തെ മായാ മറുക് എന്ന് എഴുതിയാൽ പെങ്ങളുടെ ഉടുപ്പഴിക്കുന്നത് പോലത്തെ സംസ്കാരമാണെന്നാണ് കൈതപ്രം പറയുന്നത്. എന്നാൽ അദ്ദേഹം എഴുതിയ വരികൾ നിങ്ങൾ ആലോചിക്കുക. പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് എന്ന് എഴുതിയ ആളാണ്. ഏതൊരു പടത്തിൽ പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് എന്ന് എഴുതിയ മനുഷ്യൻ പറയുകയാണ് ഗിരീഷ് പുത്തഞ്ചേരി മാറത്തെ മായാ മറുക് എന്ന് എഴുതി കളഞ്ഞു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, വിഭ്രലംബ ശൃംഗാരം എന്നൊക്കെ എഴുതുന്ന വയലാർ സവർണ ചിന്താഗതിക്കാരനാണ്. ഐസിയും കണ്ടൻസറൊക്കെ അടിച്ചുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഭ്രലംബ ശൃംഗാരം എന്നെഴുതുന്ന വയലാർ രാമവർമ്മ എന്ന് പറയുന്നത് സവർണ ചിന്താഗതിക്കാരനാണ്. അതുപോലെ തന്നെ മട്ടന്നൂരിലുള്ള ഒരു ബൽറാം എന്നൊരുത്തൻ ഒഥല്ലോയുടെ കഥകളിയാക്കി മാറ്റിയതാണല്ലോ കളിയാട്ടം. അയാൾക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ബൽറാം എന്ന് പറഞ്ഞതിന് ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞുണ്ടോ, തിരക്കഥ എഴുതാനോ സിനിമയോ നാടകമോ ഒന്നും അറിഞ്ഞുണ്ടോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കളിവീട് ഉറങ്ങിയില്ല എഴുതിച്ച ജയരാജ് തന്നെ എന്നെക്കൊണ്ട് ലജ്ജാവതിയെ എഴുതിച്ചു എന്നാണ്. അതും ജയരാജിൻ്റെ തലയിലാണ് വയ്ക്കുന്നതല്ല, കാരണം ജയരാജാണല്ലോ ഇപ്പോൾ കൊണ്ടു കിടക്കുന്നത്. അതിനെന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കളിവീട് ഉറങ്ങിയല്ലോ എന്ന് എഴുതിച്ച അതേ ജയരാജിനെ എന്നെക്കൊണ്ട് ലജ്ജാവതിയെ എഴുതിച്ചു എന്നാണ് കൈതപ്രം പറയുന്നത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ വേണമെങ്കിൽ ഒരു 5 എപ്പിസോഡ് ചെയ്യാം. അത്രയ്ക്കാണ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ അദ്ദേഹം തെറി വിളിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഈ വയസ്സുകാലത്ത് ഇതുവരെ പേരുദൂഷ്യമൊന്നും ഉണ്ടാക്കാത്ത ഈ മനുഷ്യൻ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ മോഹൻലാലിനെയും ദിലീപിനെയും പൃഥ്വിരാജിനെയും ഗിരീഷ് പുത്തഞ്ചേരിയും ഒക്കെ തെറി വിളിക്കുന്നതെന്ന് എനിക്ക് EMS അടക്കം തെറി വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയെങ്കിലും എനിക്ക് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയോട് പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്ത വെണ്ടർ ഡാനിയലിൻ്റെ പാട്ടൊക്കെ അദ്ദേഹം എഴുതി. അന്നൊക്കെ എന്തൊരു സരസനായിരുന്നു എന്നറിയാം അദ്ദേഹം. നീലക്കണ്ണ നിന്നെ കണ്ടു എന്നുള്ള പാട്ടൊക്കെ എഴുതുമ്പോൾ നല്ല രസമാണ്. സ്റ്റുഡിയോയിൽ വന്ന് SP വെങ്കടേഷുമായിട്ടിരുന്ന് പാട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും, കാരണം 28 വർഷം മുമ്പാണ്. അന്നൊക്കെ എന്തൊരു നല്ല മാന്യനായിരുന്നു എന്നറിയാം. പ്രായമായി വന്ന് 77 വയസ്സാവുമ്പോൾ 73 വയസ്സാവുമ്പോൾ മക്കളെയൊക്കെ എന്തിനാ വല്ലവരെയും കൊണ്ടൊക്കെ വിളിപ്പിക്കണം എൻ്റെ പൊന്ന് നമ്പൂതിരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം അദ്ദേഹം പറഞ്ഞതിൻ്റെ മറുപടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അദ്ദേഹത്തിനുണ്ട് എനിക്ക് യാതൊരു പകയുമില്ല. ഇനിയും അദ്ദേഹം ഒരുപാട് കാലം പാട്ടെഴുതി മലയാളത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം വർത്തമാനങ്ങൾ നിർത്തണം. ഒരു നടൻ്റെയും ഡേറ്റ് അന്വേഷിച്ച് നടന്ന് വില കളയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.